Good morning. So, welcome to a day in my life as a full-time job seeker and a part-time customer service assistant. അപ്പോൾ ഇന്ന് നമുക്ക് പാർട്ട് ടൈം ജോബില്ല. സോ നമുക്ക് ഇന്നത്തെ ഫുൾ ടൈം ജോബ് സീക്കിംഗ് ആണ് നമ്മുടെ പരിപാടി. തിങ്സ് ആർ ഗെറ്റിംഗ് ബെറ്റർ നൗ. സോ എൻറ്റയർ ജാനുവരി ഞാൻ കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ ചെറുങ്ങനെ നമുക്ക് റിപ്ലൈസ് ഒക്കെ വരാൻ തുടങ്ങി. സോ ടുഡേ 2 ഇൻ്റർവ്യൂസ് ഷെഡ്യൂൾ ആയിട്ടുണ്ട്. അതാണ് രാവിലെ തന്നെ എണീച്ചിട്ടുള്ള എൻ്റെ തത്രപ്പാട്. ബട്ട് ദിസ് ഇസ് മൈ സ്കിൻ കെയർ. ഇത് ഞാൻ ഇൻ്റർവ്യൂ ഉണ്ടോ ഇല്ലയോ, ഐ ഓൾവേസ് ഡു ദിസ്. എൻ്റെ vitamin C serum, my moisturizer and sunscreen, I do this on a daily basis. And the skincare is very simple but consistent, guys, very consistent. So after this, interview കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മിനുക്ക് പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നത്തിങ്, ജസ്റ്റ് എൻ്റെ ഐബ്രോസ് ഒന്ന് ട്രിം ചെയ്തു ആൻഡ് കുറച്ച് ലിപ്സ്റ്റിക് ഇല്ലാണ്ട് ഒരു പരിപാടിയും നമുക്കില്ല. ലിപ്സ്റ്റിക് ഈസ് ലൈഫ് ആൻഡ് ലിപ്സ്റ്റിക് ഈസ് ലവ്. എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം ഞാൻ. മേലെ ഇസ് എ ഫോർമൽ ഷർട്ട് ആൻഡ് താഴെ ഇസ് നൈറ്റ് പാൻസ്. കാരണം അവരെന്തായാലും കാണില്ല, ഇത്രയല്ലേ കാണും. But before that, look at my study table. It's a mess. I know, guys, I know. Last night ഞാൻ ഉറങ്ങാണ്ടിരുന്ന് പഠിച്ചതിൻ്റെ എവിഡൻസ് ആണ് അതൊക്കെ. So let's clean it. ഇന്നൊരു ഹെക്റ്റിക് ദിവസമാണ്. ഞാൻ പറഞ്ഞ പോലെ 2 ഇൻ്റർവ്യൂ അങ്ങനെ ആറ്റുനോറ്റ് എനിക്ക് ഷെഡ്യൂളായിട്ടുണ്ട്. സോ ഡിസംബറിന് ശേഷം ജനുവരി ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതിന് ശേഷം ഇപ്പോൾ ഐ ഹാവ് സ്ലോലി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് സം ഇൻ്റർവ്യൂ കോൾസ്. ആൻഡ് ഇന്ന് എനിക്ക് 2 ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറയുന്നത്. ഒന്ന് ഇനീഷ്യൽ കോൾ വിത്ത് HR. സോ അത് ജസ്റ്റ് എന്താ പറയുക, ജനറിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതായിരിക്കും. ഇന്ന് വന്നിട്ട് ഐ എം ഹാവിങ് എ സെക്കൻഡ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ വിച്ച് ഇസ് എ ടെക്നിക്കൽ റൗണ്ട്. 1 hour എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫിംഗേഴ്സ് ക്രോസ്ഡ്, ലെറ്റ്സ് സീ. ഇനി ഒരു മണിക്കൂറുണ്ട്. ഞാൻ ഇന്നലെ തന്നെ മോസ്റ്റ്ലി പ്രിപ്പയർ ചെയ്തിന്. സോ ഇന്ന് ഈ 1 മണിക്കൂർ മോസ്റ്റ്ലി ഞാൻ റിവൈസ് ചെയ്യാനും ജസ്റ്റ് ആ കമ്പനീനെ കുറിച്ച് കുറച്ച് ഒന്നുകൂടെ നോക്കി വെക്കാനൊക്കെയാണ്. അതൊരു ലോ ബേസ്ഡ് ഉള്ളൊരു കമ്പനിയാണ്. ലെറ്റ്സ് സീ. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. ഈ 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ദറ്റ് ഈസ് മൈ പ്രൈമറി ഗോൾ ടുഡേ. സോ പാസ്റ്റ് കുറച്ച് ദിവസങ്ങളാണ് ആയിട്ട് ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരെങ്കിലും ജോലി തരൂലേ. സോ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ കുറച്ച് സ്കിൽസൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഓൾസോ ഐ വാസ് സൈഡ് ബൈ സൈഡ് അറ്റൻഡിങ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിക്കൊണ്ടുവന്നത്. ഫോർ എക്സാമ്പിൾ, വാട്ട് ഐ എം ലാക്കിങ്, വാട്ട് ആർ ദ എക്സ്പെക്ടിങ്, സർട്ടൻ തിങ്സ് വിച്ച് ഐ ഹാവൻ വർക്ക്ഡ് ഓൺ ബട്ട് ഐ റിയലി എന്താ പറയുക, എൻ്റെ ഒരു ജോബ് സ്കോപ്പിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഐ സ്റ്റാർട്ടഡ് ലേണിങ്. ആക്ച്വലി ഈ പാസ്റ്റ് ഫ്യൂ മന്ത്സ് ആയിട്ട് ദറ്റ് ഹാവ് ബീൻ ഭയങ്കര ലേണിംഗ് കർവാണ്. ജസ്റ്റ് വണ്ടർഫുൾ. സംഹൗ വിൽ ഗെറ്റ് ദെയർ. ഓക്കെ, ഒരു ദിവസം വിൽ ഗെറ്റ് ദെയർ. ഇറ്റ്സ് ജസ്റ്റ് ദ ടൈം. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല, ലെറ്റ്സ് സീ. ബട്ട് ഡെഫിനറ്റ്ലി ഞാൻ ഈ ജേണി ഇങ്ങനെ ജോലിയൊക്കെ അന്വേഷിച്ച് തുടങ്ങുന്നപ്പോൾ ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഞാൻ കുറേ തിരഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. മേ ബി ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടാനിട്ടാണോ എന്നറിയില്ല. ബട്ട് അങ്ങനെ ആരെങ്കിലും ഞാൻ കണ്ടിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ വെരി വെരി ഹെൽപ്ഫുൾ. കാരണം നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ ഒന്ന് ബൂസ്റ്റ് ആവാനും, നമ്മൾ മാത്രമല്ല, ദെർ ആർ മെനി പീപ്പിൾ ഹു ആർ ഗോയിങ് ത്രൂ Interview is going to get started in 10 minutes. Yes, I'm a little bit nervous. Yes. So what? Okay, let's see. Parchane natoli. Okay, ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇപ്പോൾ കഴിഞ്ഞു. ഇറ്റ് വാസ് 1 hour എന്നാണ് പറഞ്ഞത്. ബട്ട് ഇറ്റ് ടുക്ക് ലിറ്റിൽ ബിറ്റ് മോർ ടൈം. വർത്താനം പറഞ്ഞ് എൻ്റെ വായിൽ വെള്ളം പറ്റി. The questions were mostly around like ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, അങ്ങനത്തെ ബേസ് റേറ്റ് ഉള്ളതായിരുന്നു. പൈപ്പ് ലൈൻസ് എന്തെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്ത ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ഇറ്റ് വാസ് ഓക്കെ ഫോർ മീ. കാരണം ഞാൻ ചെയ്ത കാര്യങ്ങൾ എനിക്ക് പറയാം. I was prepared for that as well. So okay ആയിരുന്നു ഇൻ്റർവ്യൂ. At the end okay ആയിരുന്നു. Let's see. കാരണം നമുക്ക് പറയാൻ പറ്റില്ല, ഇനിയും 2 റൗണ്ടും കൂടെ ഉണ്ട്. സോ ലെറ്റ്സ് സീ
ഐ ഡോണ്ട് നോ. അടുത്തത് ഇസ് ഇൻ 15 minutes. അതിന് ഞാൻ അത്ര സ്ട്രെസ് അല്ല. ഞാൻ ഭയങ്കര കൂളായിട്ടാണുള്ളത് ബിക്കോസ് ദാറ്റ്സ് ജസ്റ്റ് ഇനീഷ്യൽ കോൾ HR-ൻ്റെ കൂടെ. സോ അത് മോസ്റ്റ്ലി ഒരു എക്സ്പെക്റ്റേഷൻസ് എന്നാൽ ഒരു എക്സ്പെക്റ്റേഷൻസ് എന്നാന്ന് പറയും. എൻ്റെ എക്സ്പെക്റ്റേഷൻസ് എന്നാണ് മീറ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു ഇനീഷ്യൽ കോൾ ആയിരിക്കും. നോർമലി ഇവിടെയുള്ള എല്ലാ കമ്പനീസും ഫസ്റ്റ് ദേ വിൽ ഹാവ് ആൻ HR ലൈക്ക് ഇനീഷ്യൽ കോൾ വിത്ത് HR. ചില കമ്പനീസ് ഫോണിൽ വളരെ റയർ കമ്പനീസാണ് ഫോൺ കോളിൽ ചെയ്യുന്നത്. ഞാൻ വളരെ റയറാണ്. മോസ്റ്റ്ലി ദേ അതും ഒരു നല്ല ഒരു ഇൻ്റർവ്യൂ ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് അങ്ങനെയാണ് അവരെടുത്തിട്ട് പോവുക. അതുകൂടെ കഴിഞ്ഞാൽ ഇത് രണ്ടും അടുത്തടുത്ത ഹാൻഡ് എൻ്റെ ഒറ്റ കെട്ടിപ്പോൾ തന്നെ എനിക്ക് എല്ലാം കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അഗെയിൻ ഹാവ് ടു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് ബ്രേക്കെല്ലാം എടുത്ത് ഒന്നും തിന്നിയിട്ടില്ല. ആക്ച്വലി എനിക്കിത് കഴിയാണ്ടായിക്കെ തിന്നാനും തോന്നില്ല. ഐ എം നോട്ട് ഇവൻ ഹംഗ്രി ഓൾസോ. വയറ്റുന്ന പക്ഷേ ഒരു കരിഞ്ഞ മണം വരുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാം. ഓക്കെ ഗൈസ്, സീ യു ഓൾ. ആ ഇൻ്റർവ്യൂ ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ബൈ. സോ ദ കോൾ കഴിഞ്ഞു. ഇറ്റ് വാസ് ജസ്റ്റ് 15 minutes കോൾ. അതിൽ കൂടുതലൊന്നും പോയിട്ടില്ല. ആൻഡ് ഐ ടോൾഡ് ഒരു HR-ൻ്റെ കൂടെ ഇനീഷ്യൽ കോൺവെർസേഷൻസ് ആയിരുന്നു. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ഗോ ഫോർവേഡ് ഫ്രം ദിസ് ബിക്കോസ് അവരുടെ റിക്വയർമെൻറ്റ്സ് വെർ ബിറ്റ് ഡിഫറെൻറ്റ്. ഞാൻ വിചാരിച്ചു ഞാൻ എന്നാലും അപ്ലൈ ചെയ്ത്, ബട്ട് ദേ ആർ വെരി സ്പെസിഫിക്. അവർക്ക് ഇത് വേണം അത് വേണം. സോ ഐ ഡോണ്ട് തിങ്ക് ദിസ് വിൽ പ്രൊസീഡ്, ബട്ട് ദറ്റ്സ് ഓക്കെ. അറ്റ്ലീസ്റ്റ് വൺ ഇൻ്റർവ്യൂ വർക്ക്ഡ് ഔട്ട്. ലെറ്റ്സ് സീ. അപ്പോൾ മൈ ഡിയർ ഹസ്ബൻഡ് ഇസ് ഗോയിങ് ടു മേക്ക് സം കോഫി ഫോർ അസ്. ഞാൻ പൊതുവെ കോഫി ഒന്നും കുടിക്കാറില്ല, ബട്ട് ദിസ് ഇസ് എനിക്ക് ഹെഡേക്ക് തന്നെ വന്നായി. അതുകൊണ്ട് നമ്മൾ കോഫി കുടിക്കാം. താങ്ക്സ് ഫോർ ദ കോഫി. എനിക്ക് സൺറൈസാ. ഓക്കെ ഗൈസ്, സൺറൈസ് ഇസ് ബെറ്റർ ദൻ ബ്രൂ. ഐ അഗ്രി. So I am again back in my പഴയ കുപ്പായം. We are going to Lidl to buy കുറച്ച് സാധനം വാങ്ങിയിട്ട് വന്നിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്യാൻ. യെസ്, സോ ലെറ്റ്സ് ഗോ. ഇന്നൊരു നല്ല ലവ്ലി സണ്ണി ഡേ ആണ്. സണ്ണി ആണെങ്കിലും തണുപ്പുണ്ട്. But that's fine. At least there is some sunlight. I am happy. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് കുറച്ച് ചാരിറ്റി ഷോപ്സ് ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഓൺലി ഓപ്പൺ ടിൽ 4:30 മണി വരെയാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പോകുന്ന സമയത്ത് ഇതിൽ നടക്കുന്ന സമയത്ത് ആ കട ഓപ്പണിൽ ഉണ്ടാവില്ല. ഇപ്പോൾ എന്തായാലും പുറത്ത് വന്നു, നല്ല വെതർ. അപ്പോൾ നമുക്ക് എല്ലാ ചാരിറ്റി ഷോപ്സിനുള്ളൊക്കെ കയറിയിട്ട് പോകാം എന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും വേറെ പണിയൊന്നുമില്ലല്ലോ. സോ കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗോ ടു ദാറ്റ് ചാരിറ്റി ഷോപ്പ്. ഓക്കെ, ദിസ് ഇസ് നമ്പർ 1, ദ ടൈലേഴ്സ് റീഹോമിംഗ് സെൻറ്റർ. ഒന്ന് ഉള്ളിലൊക്കെ കയറിയിട്ട് വരാം. ബുക്സ് ഒക്കെ ഉണ്ടാവും. പാലിയേറ്റീവ് ന്യൂറോളജി സപ്പോർട്ട് നമ്മൾ വായിക്കാൻ പോലും അറിയില്ല. സോ ഓക്കെ, കം ഓൺ, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. And also there is another charity shop. ഇവിടെ തന്നെ ഒരു 3 എണ്ണം ഉണ്ട്. Look at this summer dress. എന്തായാലും ഇതിനകത്ത് കയറുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കുർത്തി പോലെ ഉള്ളത്. Let's go. And also കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടാവും. മോസ്റ്റ്ലി ഞാനും ദിനേശ് ഒരുമിച്ചാണ് പോകാറ്. ബട്ട് ഐ ഡു ലൈക്ക് ഗോയിങ് ടു ഷോപ്സ്. എനിക്ക് പുറത്തിറങ്ങാൻ കിട്ടുന്ന അവസരം വളരെ കുറവാണ്. കാരണം ഞാനിപ്പോൾ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത്, ഞാനിപ്പോൾ ഒരു വേറെ വീട്ടിലേക്ക് മാറിയതിന് ശേഷം വീക്ക്ലി 12 hours മാത്രമാണ്. സോ ലിറ്ററലി 2 ദിവസം മാത്രം പോയാൽ മതി. ബാക്കി 5 ദിവസം ഓഫ് ദ ഡേ ഞാൻ എവിടെയും പോകാറില്ല. സോ മെയിൻലി ഞാനിങ്ങനെ ലാപ്ടോപ്പിന് മുന്നിൽ തന്നെയാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് ലൈക്ക് എന്താ പറയണ്ടേ, ടയറിങ്. ചിലപ്പോൾ ഒരുമാതിരി ഫീലിംഗ് ആയിരിക്കും. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം ഇങ്ങനെ ഡിലേ ആകുന്ന സമയത്തുള്ള ഈ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, ഇറ്റ് ഈസ് റിയലി ഇറ്റ്സ് നോട്ട് സോ നൈസ്. സംടൈംസ് യു ഡു ഫീൽ വെരി ബാഡ് ആൻഡ് എന്താ പറയട്ടെ, യു ഡു ഫീൽ ലൈക്ക് കൈൻഡ് ഓഫ് ഒരുമാതിരി നെഗറ്റീവ് ഇമോഷനാണ്. സോ അതുകൊണ്ട് ഞാനിങ്ങനെ പുറത്തൊക്കെ പോകും. പുറത്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുട്ട വാങ്ങാൻ, തക്കാളി വാങ്ങാൻ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ തന്നെ പോവും. അങ്ങനെ പോകുന്ന വഴിക്ക് ഇപ്പോൾ ഞാനിപ്പോൾ കടയിലൊക്കെ കയറിയതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ദാറ്റ്സ് ഹൗ ഐ എന്താ പറയണ്ടേ, കീപ് മൈ സെൽഫ് ഓക്യുപ്പൈഡ്. അങ്ങനെ നമ്മൾ പീടികയിൽ എത്തിയിരിക്കുന്നു.
നമ്മളെ നാട്ടിലുള്ളവരും ജയരാട്ടിൻ്റെ പീടിയ, ബാലമാഷ പീടിയ ആൻഡ് ഹവിഷ്യാട്ടിൻ്റെ പീടിയ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഞാൻ ഈ ലിഡിലിനാണ് എനിക്ക് സ്ഥിരമായിട്ട് വരുന്ന സ്ഥലം. വേറെ അതർ ഷോപ്പ്സ്. ഇതാണ് ഞാൻ മോസ്റ്റ്ലി വരുന്ന സ്ഥലം. രണ്ട് സാധനം വാങ്ങാൻ വന്നിട്ട് ഐ ബോട്ട് എ ബാഗ് ഫുൾ ഓഫ് സാധനങ്ങൾ. ഐ എം സ്ലോലി ബിക്കമിങ് മൈ അമ്മ സാഡ്ലി. ദിനേശ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 2 സാധനം വാങ്ങാൻ വന്ന് ഞാൻ ഒറ്റ സാധനമായിട്ടായിരുന്നു തിരിച്ചു പോവുക. ഇതിപ്പോൾ ഞാൻ ഒറ്റ വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ബട്ട് ഇതെല്ലാം എസെൻഷ്യൽസ് ആണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞാൻ അങ്ങനെ ഒരു ഷോപ്പിംഗ് പ്രോബ്ലം ഉള്ള ആളൊന്നുമല്ല. നോർമലി ഐ എം എ വെരി കൺട്രോൾഡ് പേഴ്സൺ. ബട്ട് ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ 2 ദിവസം കഴിഞ്ഞ് വരണം. സോ ഞാനൊരു ദീർഘവീക്ഷണത്തിൽ ഇങ്ങോട്ട് വാങ്ങിച്ചതാണ്. അയ്യോ, ഒരു സാധനം മറന്നുപോയി. നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട്. ഇതാണ് മറ്റ് വീടുകൾ. നൈസ് ഹോം, നൈസ് അല്ലേ? ഫസ്റ്റ് ഞാൻ ഇവിടെ വന്ന പാട് ഐ യൂസ് ടു ലുക്ക് അറ്റ് ദീസ് ഹൗസസ് ആൻഡ് ഇങ്ങനെ എന്ത് ഭംഗിയ വീട് കാണാൻ. നമുക്കൊരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ഇപ്പം എൻ്റെ കണ്ണുകൾ കുറച്ച് സാച്ചുറേറ്റഡ് ആയി. ഇവിടുത്തെ എന്താ പറയണ്ട വ്യൂസൊക്കെ. ഐ എം ലിറ്റിൽ ബിറ്റ് ഗോട്ട് യൂസ് ടു ഇറ്റ്. നാട്ടിലിപ്പോൾ ഇതിനേക്കാളും ഗംഭീരമായ വീടുകളൊക്കെ ഉണ്ട്. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ഇവിടെയുള്ള വിൻഡോസിനൊക്കെ കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. നല്ല ബിഗ് വിൻഡോസാണ് ഇവിടെ. നമ്മളെ നാട്ടിലത് വെച്ച് കഴിഞ്ഞാൽ ചൂടാന്തരിയും പൊച്ചലെടുക്കും. നമ്മളെ കാലാവസ്ഥയൊക്കെ സെറ്റ് ആവില്ല. ബട്ട് ഇവിടെ ഇസ് ഗുഡ്. ലവ്ലി. സോ ഐ ആം ബാക്ക്. ഒന്നുകൂടെ എനിക്ക് വിശന്നിട്ട് വരിക. സോ ഇറ്റ്സ് നൗ സമയമായി. ലഞ്ച് ടൈം ഓൾറെഡി ആവാനായി. സോ ഇന്നലത്തെ ചപ്പാത്തി കുറച്ച് കറിവാക്കിയിട്ടുണ്ട്. ഇന്നലത്തിനേക്കാൾ ടേസ്റ്റ് ഇന്നാണ്. Nice. Let me finish this and start cooking. டொமேட்டோ கெச்சப் கொஞ்சம் போட்டேன். அப்போ கலர் மாறிடுச்சு. சிக்கன் கூட பெப்பர் போடுறதுனால சைனீஸ் ஹோட்டல்ல அந்த மாதிரி இருக்குது. என்னது டேஸ்டா நல்லா இருக்கா நல்லா இல்லையா? நம்ம ஊர் மாதிரி இருக்கு. ഞാൻ കുറച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു. ബട്ട് സത്യം പറയാലോ ഉറക്കം വന്നിരുന്നോട്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ ലിഡിൽ നിന്ന് വാങ്ങിച്ചു വന്ന പൂവിന് ഇതുവരെ ഒരു ഇരിപ്പിടം കൊടുത്തിട്ടില്ല. സോ ലെറ്റ്സ് ഡു ദാറ്റ്. So the target is at least 12 മിനിമം ജോബ് അപ്ലൈ ചെയ്യണം. അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയും വേണം. So I'll be practicing few SQL queries. Yes.
ശരിക്കും പറഞ്ഞാൽ 4 അക്ഷരം പഠിക്കണമെന്നുണ്ട്. ഉറക്കം നോക്കുന്നു. We are not going to sleep. ഇപ്പം വേണ്ട. Maybe ഒരു ചെറിയ nap. Yeah. Let's take a small nap. I love how you laughing so hard. You're crazy. രാത്രിയാകുമ്പോഴേക്കും വീഡിയോസൊക്കെ I couldn't cope up guys. ഞാൻ ഡിസ്ട്രാക്റ്റ് ആയിപ്പോയി. So dinner time. It's me and my husband.